കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും ഭയാനകമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ വിചാരണം. ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന നിയമവ്യവസ്ഥ തീരുമാനിക്കുന്നതിന് മുൻപേ ഒരു മൊബൈൽ ക്യാമറയും ഇന്റർനെറ്റ് കണക്ഷനും മുന്നിൽ വിധികർത്താക്കളായി മാറുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന 40 വയസ്സുകാരൻ. ഒരു ബസ് യാത്രക്കിടയിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണവുമായി ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ദീപകിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ഇത് കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവേചനരഹിതമായ ഇടപെടലുകൾ മൂലമുണ്ടായ ഒരു കൊലപാതകമാണെന്ന് പറയേണ്ടി വരും. കോഴിക്കോട്ടെ ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ദീപക് തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി കണ്ണൂരിൽ പോയി മടങ്ങുമ്പോഴാണ് വിവാദമായ സംഭവം നടക്കുന്നത്. ബസ്സിനുള്ളിൽ ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച് സഹയാത്രികയായ യുവതി അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഈ വീഡിയോ വൈറലായി. ആയിരക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്യുകയും ദീപകിനെതിരെ കടുത്ത അധിക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തു. എന്നാൽ ഈ വീഡിയോയിൽ ദീപക് അക്രമം നടത്തിയതായി വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നുവെന്ന് പിന്നീട് വീഡിയോ കണ്ട പലരും അഭിപ്രായപ്പെട്ടു. എങ്കിലും ഒരു തവണ വിരൽത്തുമ്പിലൂടെ പുറം ലോകത്തെത്തിയ ആരോപണം ദീപകിനെ ഒരു കുറ്റവാളിയായി മുദ്ര കുത്തി കഴിഞ്ഞിരുന്നു. ദീപകിനെ പോലെ സാധാരണക്കാരനായ മാന്യമായി ജീവിക്കുന്ന ഒരാൾക്ക് സമൂഹം ചാർത്തിക്കൊടുക്കുന്ന ലൈംഗിക അതിക്രമി എന്ന ലേബൽ താങ്ങാവുന്നതിലും അധികമായിരുന്നു. വെള്ളിയാഴ്ച നടന്ന സംഭവത്തിനു ശേഷം ശനിയാഴ്ച മുഴുവൻ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് ദീപകിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്റെ പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ ദീപകിന് കഴിഞ്ഞില്ല എന്നല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ താൻ അപമാനിതനായി എന്ന ബോധമാണ് അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ടി സിദ്ദിഖ് MLA സൂചിപ്പിച്ചതുപോലെ ദീപകിന്റേത് ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട സമൂഹം കാണിക്കേണ്ട മര്യാദകൾക്കുള്ള ഒരു രക്തസാക്ഷിത്വമാണ്. നമ്മുടെ നാട്ടിൽ വ്യക്തമായ നിയമവ്യവസ്ഥയും പോലീസും കോടതിയും നിലവിലുണ്ട്. ഒരാൾ മോശമായി പെരുമാറിയാൽ പരാതി നൽകാൻ നിയമപരമായ മാർഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പലരും ചെയ്യുന്നത് ഉടൻ തന്നെ ഫോൺ എടുത്ത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് നീതി നടപ്പിലാക്കുക എന്നതാണ്. ഇതിൽ പലപ്പോഴും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ തെറ്റിദ്ധാരണകളോ അടങ്ങിയിട്ടുണ്ടാകാം. ദീപകിന്റെ കാര്യത്തിൽ ആ വീഡിയോ പ്രചരിപ്പിച്ച യുവതി നിയമപരമായി പരാതി നൽകുന്നതിന് മുൻപേ ദീപകിനെ പരസ്യമായി അപമാനിക്കാനാണ് ശ്രമിച്ചത്. ഇതിലൂടെ അവർ നടത്തിയത് ഒരു നിഴൽ വിചാരണയായിരുന്നു. ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതും അപകടകരമാണ്. ഒരാൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതി കയറി ഇറങ്ങുന്ന കാലതാമസത്തിനിടയിൽ സോഷ്യൽ മീഡിയ അയാളുടെ കുടുംബത്തെയും കരിയറിനെയും തകർത്തു കളഞ്ഞിരിക്കും. ദീപകിന്റെ കാര്യത്തിൽ ആ അമ്മയുടെയും അച്ഛന്റെയും ഏക തണലാണ് ഇല്ലാതായത്. 40 വയസ്സായിട്ടും തന്റെ മകനെ വാവയെന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ മകൻ അനക്കമില്ലാതെ കിടക്കുമ്പോൾ ആ കണ്ണീരിന് മറുപടി നൽകാൻ വീഡിയോ ഷെയർ ചെയ്തവർക്കോ ലൈക്ക് അടിച്ചവർക്കോ സാധിക്കില്ല. തന്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. മകന്റെ മരണത്തിന് കാരണമായ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കർശന നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്റെ മകന് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കരുത് എന്ന ആ അച്ഛന്റെ വാക്കുകൾ സമൂഹത്തോടുള്ള വലിയൊരു താക്കീതാണ്. സത്യമറിയാതെ ഷെയർ ചെയ്യുന്ന ഓരോ ലിങ്കും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്കുള്ള കല്ലേറാണെന്ന് നാം തിരിച്ചറിയണം. ടി സിദ്ദിഖ് MLA പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. എന്നാൽ ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമായും ഇത് മാറിയിരിക്കുന്നു. ദീപകിന്റെ ആത്മഹത്യ ഒരു വലിയ സോഷ്യൽ മീഡിയ ക്രൈമായും കാണേണ്ടതുണ്ട്. അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും സൈബർ നിയമങ്ങൾ കർശനമാക്കേണ്ട നയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീയുടെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഒരു പുരുഷന്റെ അന്തസ്സും നിരപരാധിത്വവും. സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതിയെ കൂടിയാണ് തടസ്സപ്പെടുത്തുന്നത്. ദീപകിന്റെ മരണം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. തിടുക്കപ്പെട്ട് പ്രതികരിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ഒരു വീഡിയോയുടെ ഒരു വശം മാത്രം കണ്ട ഒരാളെ വേട്ടയാടാതിരിക്കുക. പരാതികൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ജനകീയ വിചാരണ ഒന്നിനും പരിഹാരമല്ല. ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ആധികാരികത പരിശോധിക്കാനുള്ള വിവേകം വളർത്തിയെടുക്കുക. സോഷ്യൽ മീഡിയ ആരോപണങ്ങൾ നേരിടുന്നവർ മാനസികമായ പിന്തുണ നൽകാൻ സുഹൃത്തുക്കളും കുടുംബവും തയ്യാറാകണം. ദീപക് എന്ന യുവാവ് ഇന്ന് നമ്മോടൊപ്പമില്ല, പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ആ അമ്മയുടെ നിലവിളി സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും പിന്നാലെ പോകുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു താക്കീതാണ്. ദീപകിന്റെ മരണത്തിന് കാരണമായവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. സോഷ്യൽ മീഡിയ വിചാരണകൾക്ക് അന്ത്യം കുറിക്കാനും അന്തസ്സോടെ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശം സംരക്ഷിക്കപ്പെടാനും ഈ സംഭവം ഒരു നിമിത്തമാകട്ടെ. ദീപകിന് നീതി ലഭിക്കണം. ആ നീതി ഇത്തരം സൈബർ ഗുണ്ടായിസങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാകണം. ദീപകിന്റെ ജീവിതം ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ സാധാരണ ജോലിക്കാരൻ്റെതായിരുന്നു.
തന്റെ കഠിനാധ്വാനം കൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിച്ചിരുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അപമാനം എന്നത് മരണത്തെക്കാൾ ഭയാനകമായിരുന്നു. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണം യാതൊരു പരിശോധനയും ഇല്ലാതെ സമൂഹം ഏറ്റെടുക്കുന്നു. പെണ്ണ് പറഞ്ഞാൽ അത് സത്യമാകും എന്ന പൊതുബോധം പലപ്പോഴും നിരപരാധികളായ പുരുഷന്മാരെ പ്രതിക്കൂട്ടിലാക്കുന്നു. ദീപകിന്റെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല. തന്റെ ഭാഗം വിശദീകരിക്കാൻ പോലും അവസരം ലഭിക്കുന്നതിന് മുൻപേ അയാൾ ലോകത്തിന് മുന്നിൽ കുറ്റവാളിയായി. മൊബൈൽ ക്യാമറകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള ലൈസൻസ് അല്ല. ബസ്സിനുള്ളിലെ തിരക്കിനിടയിലോ അല്ലാതെയോ സംഭവിക്കുന്ന സ്വാഭാവികമായ സ്പർശനങ്ങൾ പോലും മനഃപൂർവ്വമായ അതിക്രമമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ തകരുന്നത് ദീപകിനെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ജീവിതമാണ്. വെർച്വൽ ലോകത്തെ കയ്യടികൾക്കായി ഒരാളുടെ അന്തസ്സ് ബലി കൊടുക്കുന്നത് ക്രൂരതയാണ്. ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഓരോ ഷെയറും ആത്മഹത്യയിലേക്കുള്ള തള്ളലാണ്. സൈബർ ഇടങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നവർ ഓർക്കുക, നിങ്ങൾ എറിയുന്ന ഓരോ കല്ലും ചെന്ന് തറയ്ക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കും അയാളെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളിലേക്കുമാണ്. ദീപകിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആവേശത്തെക്കാൾ വിവേകം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, പക്ഷെ വിചാരണകൾ വീടിന്റെ ഉമ്മറത്തോ സ്ക്രീനിന്റെ ഉള്ളിലോ വെച്ച് തീർക്കാനുള്ളതല്ല. ദീപകിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ നീതി ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് അന്ത്യമുണ്ടാക്കുക എന്നത് തന്നെയാണ്.